മെയിൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈ 4 മിസ്സിംഗ് പേഴ്സണലും പിന്നെ ഈ തീയെ അണയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഇൻസ്ട്രുമെന്റ്സും ഇക്വിപ്മെന്റ്സും കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ അവൈലബിൾ. അതനുസരിച്ച് അവര് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് അവരത് സ്റ്റാർട്ട് ചെയ്യും. ഈ മിസ്സിംഗ് ആയ 4 പേർ എന്നുള്ളത് അതൊരാശങ്കയല്ലേ ശ്രീ അതുൽ പിള്ള? അത് ഇപ്പം ഈ രക്ഷപ്പെട്ടിയ ക്രൂവിനോട് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ടായിരിക്കും ഇനിയും സെർച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഏരിയയിലാണോ അതെ ഷിപ്പിനകത്താണോ അതെ വെളിയിലാണോ? ആസ് ഓഫ് നോ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഈ ഷിപ്പുകൾ അവിടെ ഇപ്പൊ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ അപ്പൊ എനിക്കത് അവിടുത്തെ അപ്ഡേറ്റ്സ് ഈ ഓപ്പറേഷനിലായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് കിട്ടുന്നത്. ഇതിൽ രക്ഷപ്പെട്ട 18 പേർ കടലിലേക്ക് ചാടിയവരാണ്. അവരെ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ ചിലർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അതിൽ 1-2 പേരുടെ നില ഗുരുതരമാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് നിങ്ങൾക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുമോ? യെസ്, അവർക്ക് 2-3 പേർക്ക് ഇഞ്ചുറി ഉണ്ട്. ബേൺ ഇഞ്ചുറി ആണുള്ളത്. അപ്പം അവരുടെ എഞ്ചിനീയർ അവരുടെ ഒരു ഏജന്റ് ഉണ്ട്. ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു ഏജന്റ് ഉണ്ട്. അവര് ഡിസൈഡ് ചെയ്യും അവരെ ഏത് പോർട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഇൻപുട്സ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം കുറച്ച് സമയം കൊണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് അവരെ മംഗലാപുരത്താണോ അവര് എപ്പോഴും നോക്കുന്ന നിയറസ്റ്റ് പോർട്ട്, മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള പോർട്ട്, അതായിരിക്കും അവർ നോക്കുന്നത്.